ഈ ഇറാൻ ഇസ്രായേൽ അമേരിക്ക വാർ അതിൻ്റെ അപ്ഡേറ്റ്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ 2-3 ദിവസമായിട്ട് മീഡിയയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഏറ്റവും കൂടുതൽ കേട്ടതും ഡിസ്കസ് ചെയ്തിട്ടുള്ള 2 കാര്യമാണ്. ഒന്ന്, മൊജ്തബ ഖമനേയിയുടെ ഡെത്ത് റിപ്പോർട്ട്സ്, അല്ലെങ്കിൽ അയാൾ കോമയിലാണ്, അയാളുടെ ഒരു കാല് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇതുവരെ ഒരു മീഡിയ പ്രസൻസ് ഉണ്ടായിട്ടില്ല, മീഡിയയിൽ എവിടെയും പുള്ളി വന്ന് അപ്പിയർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ട്. പോരാത്തതിന് ഇന്ന് ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് പ്രകാരം ഇയാൾ മരിച്ചു, ഖമനേയി മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള, മൊജ്തബ ഖമനേയി മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസും കൂടി ഇയാളവിടെ പല രീതിയിലുള്ള ന്യൂസ് ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ പുള്ളി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറം ഇതേപോലെ തന്നെ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെന്യാമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ഈ ഒരു അപ്ഡേറ്റ്സ് ഫോളോ ചെയ്യുന്നവർ. മാത്രമല്ല, അതിന് ശേഷം ഒരു വീഡിയോ പുറത്തു വന്നു, ഇയാൾ സംസാരിക്കുന്ന ബെന്യാമിൻ നെതന്യാഹു സംസാരിക്കുന്ന ഒരു വീഡിയോ. അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിമർശനമായിട്ട് കൊണ്ടുവന്നത് എന്താ വെച്ചാൽ ഇത് AI ജനറേറ്റഡ് വീഡിയോ ആണ്. കാരണം വെച്ചാൽ ആ വീഡിയോയിൽ ഇയാൾ സംസാരിക്കുമ്പോൾ അയാളുടെ കൈക്ക് 6 വിരലുണ്ട് എന്നൊരു സംഭവം വന്നു. നിങ്ങൾ എത്ര പേര് ഈ വിഷയം അറിഞ്ഞു പറഞ്ഞാൽ ഈ ന്യൂസ് അപ്ഡേറ്റ്സ് ഫോളോ ചെയ്യുന്നവർ ചിലപ്പോൾ ഒരു പക്ഷേ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ 6 വിരലുണ്ട്, ഇത് AI ജനറേറ്റഡ് വീഡിയോ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് ബദലായിട്ട് ഇയാൾക്കൊന്നും പറ്റിയിട്ടില്ല, ഞാനിപ്പോഴും മര്യാദയ്ക്ക് അടിപൊളിയായിട്ട് ജീവനോടെ തന്നെ ഇരിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇപ്പോൾ ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ പുറത്ത് വന്നിട്ടുണ്ട്. അയാളൊരു കോഫി ഷോപ്പിൽ ചെന്നിട്ട് കോഫി കുടിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അവിടെ നിന്ന് പറയേണ്ടത് എൻ്റെ കയ്യിലെ എൻ്റെ കൈയുടെ വിരലുകളൊന്നും നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ടൊരു വീഡിയോ ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഈ വീഡിയോയും ആൾക്കാർ AI ആണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? അതായത് അതിൽ അയാൾ കുടിക്കുന്ന കോഫിയുടെ ഒരു ഇത് റിലേറ്റഡ് ആയിട്ട് സംസാരിച്ചിട്ടാണ്. അതായത് കോഫിയുടെ ഗ്ലാസ്സിൽ കോഫി ഫുള്ള് നിറഞ്ഞിരിക്കുന്നുണ്ട്, ആ കോഫി പുറത്തേക്ക് പോകുന്നില്ല, മാത്രമല്ല ഇയാൾ ഇത്ര വലിയ സിപ്പ് എടുത്തതിന് ശേഷം കോഫി അതേപോലെ തന്നെ ഇരിക്കുന്നു, അതുകൊണ്ട് AI ജനറേറ്റഡ് വീഡിയോ ആണ് എന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഈ ഒരു കോൺട്രവേഴ്സി. ആദ്യം നമുക്ക് ഈ ഒരു വീഡിയോ കാണാം, കണ്ടതിന് ശേഷം ഇതിനെക്കുറിച്ച് എന്താണ് ഡിസ്കഷൻ, എന്തുകൊണ്ടാണ് ഇതും ഒരു AI ജനറേറ്റഡ് വീഡിയോ ആയിരിക്കാൻ ചാൻസസ് ഉണ്ടെന്ന് ആൾക്കാർ പറയുന്നത് നോക്കാം. מה שאלת אותי? ראש הממשלה אומרים ברשת שאתה בכלל מת? אני מת על קפה, אתה יודע מה? אני מת על העם שלי. איך הם מתנהגים, פנטסטי. אתה רוצה לספור את מספר אצבעות? אתה יכול להראות לנו? פה. פה. היית? יפה מאוד. לחיים. ראש הממשלה מסר לאנשים שיוצאים ומתאווררים? לצאת להתאוורר, אבל ליד מרחב מוגן. העמידה שלכם היא מדהימה. ഓക്കെ, ഇതിവിടെ വെച്ച് നിർത്താം, കാരണം ചെയ്യാൻ എന്തൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ട്രാൻസ്ലേഷൻ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതിൽ പറഞ്ഞു തരാം, കാരണം ഞാൻ അതിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, എന്താണ് ഇയാൾ പറഞ്ഞതെന്നുള്ളത്. അതിലൊന്നും വലിയൊരു സിഗ്നിഫിക്കൻസ് ഇല്ല. പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഞാൻ പറഞ്ഞത് പറയാം, അതിനുശേഷം നമുക്ക് എന്താണെന്നുള്ള ആ ഒരു വീഡിയോയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിലേക്ക് പോകണം. ബൈ ദ വേ, വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വാട്ട് ഡിഡ് യു ആസ്ക് മീ? നിങ്ങൾ എന്താ എന്നോട് ചോദിച്ചത്? ഞാൻ മരിച്ചു എന്നുള്ളതാണോ? ഞാൻ ഓൺലൈനിൽ വരാത്തത് ഞാൻ മരിച്ചു എന്നുള്ളതാണോ? ഞാൻ കോഫി എന്ന് വെച്ചാൽ കോഫീനോട് ഞാൻ ഭയങ്കര ക്രേസിയാണ്. നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയോ? ഐ എം ക്രേസി അബൌട്ട് മൈ പീപ്പിൾ. എൻ്റെ ആൾക്കാരോട് എനിക്ക് ഭയങ്കര ഇതാണ്. അവരെങ്ങനെയാണോ പെരുമാറുന്നത് അത് ഫാൻറ്റാസ്റ്റിക്കാണ്. എൻ്റെ കയ്യിലെ വിരൽ എണ്ണണോ? അതാണ് ചോദിക്കുന്നത്. എൻ്റെ കയ്യിലുള്ള വിരൽ എണ്ണണോ? എൻ്റെ കാണിച്ചു കൊടുക്ക്, നോക്ക് എൻ്റെ കയ്യിൽ എത്രയധികം വിരലുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ കാര്യങ്ങൾ പറയുന്നത്. ഇനി ഇതെന്തുകൊണ്ടാണ് ആൾക്കാർ AI ജനറേറ്റഡ് ആണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിലേക്ക് നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നോക്കി നോക്കൂ, ഇയാൾ കോഫി അവിടെ നിന്ന് എടുക്കുന്നു, അവിടെ വെച്ചിട്ടുള്ള ആ ഒരു ഗ്രീൻ കപ്പിൽ വെച്ചിട്ടുള്ള ഒരു കോഫി ഞാൻ ഒന്നും കൂടി സൂം ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈ കോഫി ഓൾമോസ്റ്റ് തുളുമ്പുന്ന കണ്ടീഷനിലാണ് ഈ കോഫി കപ്പിലിരിക്കുന്നത്. കണ്ടോ? ഇത്ര അധികം പൊന്തി നിൽക്കുന്ന സിറ്റുവേഷനായിട്ടും ആ കോഫി ഒരു തുള്ളി പോലും അതൊന്ന് സ്പില്ല് ചെയ്ത് പുറത്തു പോകുന്നില്ല. ഈ വിഷയം താല്പര്യമുള്ള ആൾക്കാർക്ക് കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ജിയോ പൊളിറ്റിക്സും US ഇറാൻ ഇസ്രായേൽ വാർ അപ്ഡേറ്റ്സ് വീക്ഷിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇയാൾ ഈ ഒരു കണ്ടീഷനിൽ ഇതുണ്ടോ, ഇപ്പോൾ കാണുന്നുണ്ട്, ഇത് തുളുമ്പി നിൽക്കുകയാണ്. ഇപ്പോൾ എന്ത് കണ്ടീഷനിലാണോ ആ കപ്പ് ഇരിക്കുന്നത്, ആ കപ്പിലുള്ള കോഫി ഇരിക്കുന്നത്, ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഇയാൾ ഇത് കുടിക്കും. ഒരു മിനിറ്റ്, ഇയാൾ ഇത് എടുത്തതിന് ശേഷം ഇയാൾ വിരലും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. 2 വിരലും കാണിച്ചതിന് ശേഷം ഇയാൾ അത്യാവശ്യം നല്ല ഒരു കുറച്ച് കൂടുതലായിട്ടുള്ളൊരു സിപ്പാണ് ആ കോഫി കുടിക്കുന്നത്. കണ്ടോ? ഇയാൾ കുടിക്കുന്നുണ്ട്. ഇയാളിത് കുടിച്ച് കഴിഞ്ഞതിന് ശേഷവും പ്രീവിയസ്ലി എന്ത് സിറ്റുവേഷനിലാണ് ഈ കോഫിയുടെ കപ്പ് ഇരുന്നിരുന്നത് അതേ സ്ഥിതിയിൽ തന്നെ ഇരിക്കുന്നത്. കാരണം കുടിച്ചതിന് ശേഷവും ഇതിലെ കോഫി അത്രയധികം ഹെവി ഒരു സിപ്പ് എടുത്തതിന് ശേഷം അതിലുള്ള കോഫി പോയിട്ടില്ല. കാരണം ചെറുതായിട്ട് ആ ഒരു മുകളിലുള്ള ആ ഒരു ക്രീമിന് ചെറിയൊരു ഇളക്കം സംഭവിച്ചു എന്നല്ലാതെ അതിൽ നിന്ന് കോഫിയും ഇത്രയായിട്ടും കുറഞ്ഞിട്ടില്ല എന്നാണ്
ട്വിറ്ററിൽ അല്ലെങ്കിൽ എക്സിൽ ഇപ്പോഴും ട്രെൻഡിങ് ആയ ഡിസ്കഷൻ വരുന്നത്. കാരണം ഇപ്പോഴും ഒന്നുകൂടി നോക്കി നോക്കൂ, ഇത്രയും ഫില്ലായിട്ടുള്ളൊരു കോഫി കപ്പ്, ഫില്ലായി കിടക്കുന്ന ഒരു കോഫി കപ്പ് എന്തുകൊണ്ട് സ്പില്ല് ചെയ്ത് പോകുന്നില്ല? മാത്രമല്ല അത് കഴിഞ്ഞതിന് ശേഷവും ഇയാൾ കുടിച്ചതിന് ശേഷം അതേ കണ്ടീഷനിൽ ചെറുതായിട്ട് ആ ഭാഗത്ത് ഇത് മാത്രം, കാരണം അത്രയും വലിയൊരു സിപ്പ് എടുത്തതിന് ശേഷം വീണ്ടും എന്തുകൊണ്ടാണ് ഈ ഒരു കോഫി അതേ സിറ്റുവേഷനിൽ ഇരിക്കുന്നത് എന്നുള്ളതിനെ ഒരു ഡിസ്കഷനാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. വീണ്ടും AI ജനറേറ്റ് ചെയ്ത ഒരു വീഡിയോ തന്നെയാണ് എന്നാണ് സോഷ്യൽ മീഡിയ ഇതിനെ അവകാശപ്പെടുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ്. ഈ ഒരു വിഷയത്തിൽ ടോപ്പിക്കിൽ താല്പര്യമുള്ള ആൾക്കാരുടെ ഇടയിൽ ചെറിയൊരു അപ്ഡേറ്റ് വീഡിയോ എന്നുള്ള കണ്ടീഷനിൽ മാത്രം ചെയ്യുന്നതാണ്. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ തന്നുകൊണ്ടിരിക്കും. ഒന്നും കൂടി ലൈറ്ററായിട്ടുള്ള നമ്മുടെ ലോക്കലി ഗോസിപ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം കാര്യങ്ങളൊക്കെ നമ്മുടെ മെയിൻ ചാനൽ ഗോപ്രോ മച്ചാൻ എന്ന് പറഞ്ഞ ചാനൽ വരുന്നതായിരിക്കും. ഒരുപാട് പേര് മറ്റേ ചാനലിൽ വന്നിട്ട് പറയും സീരിയസ് വിഷയങ്ങൾ ചെയ്യൂ ബ്രോ. എൻ്റെ ഒരു കണ്ണിൽ ഇതൊക്കെയാണ് സീരിയസ് വിഷയങ്ങൾ. എനിക്ക് തോന്നുന്നത് അത് ഈ ചാനലിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ തുടർന്ന് കൂടെ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.